നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റൈസ് ഐറ്റത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് കുമിൾ പുലാവ്, മഷ്റൂം പുലാവ്. അപ്പോൾ എങ്ങനെയാണ് എളുപ്പം ഈ മഷ്റൂം പുലാവ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പം ഞാൻ എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ എല്ലാവരും ഈ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ ഇത് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടോ ഇല്ലയോ എന്നും കൂടി എനിക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇനി എങ്ങനെയാണ് റെസിപ്പി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ആവശ്യത്തിന് എടുക്കുന്ന മഷ്റൂം നന്നായിട്ട് വൃത്തിയാക്കി എടുക്കുക. അതിൻ്റെ പുറത്ത് തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു മസാലയാണ് തയ്യാറാക്കി എടുക്കേണ്ടത്. അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരൽപ്പം ഇഞ്ചി വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നു. പിന്നെ ഇതിനകത്തേക്ക് ഞാൻ എരിവിനാവശ്യത്തിന് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നു. പിന്നെ ഒരൽപ്പം മല്ലിയില, തേങ്ങ ചിരകിയത്, എൻ്റെ കയ്യിൽ ഒരൽപ്പം മല്ലിയില കൂടി ഉണ്ടായിരുന്നു, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നു. പിന്നെ ഒരൽപ്പം തൈര് കൂടെ ചേർത്ത് കൊടുക്കുന്നു. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ച് എടുക്കുന്നു. നന്നായി അരച്ചെടുത്ത ശേഷം ഒരു കുക്കർ സ്റ്റൗവിലേക്ക് വെച്ച് അതിനകത്തേക്ക് ഒരൽപ്പം എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നു. എണ്ണയ്ക്കൊപ്പം തന്നെ ഞാൻ ഒരൽപ്പം നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നു. എന്നിട്ട് ഇതിനകത്തേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ള കുറച്ച് സവാള കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റി എടുക്കുന്നു. കൂടെ തന്നെ ഞാൻ ഒരൽപ്പം കശുവണ്ടി കൂടെ ചേർത്ത് കൊടുക്കുന്നു. ഇതെല്ലാം നന്നായിട്ട് ഇളക്കി ഏകദേശം ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള അരപ്പ് കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നു. എന്നിട്ട് അതും കൂടെ നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നു. ഏകദേശം ഒന്ന് മൂത്ത ശേഷം അതിനകത്തേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കുമിള കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നു. ഏകദേശം ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ആവശ്യത്തിന് വേണ്ടിയ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നു. ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, അതേ അളവിൽ കുറച്ച് മല്ലിപ്പൊടി, പിന്നെ ഒരൽപ്പം ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നു. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നു. ഏകദേശം എല്ലാം നന്നായിട്ട് മൂത്ത് കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമ്മൾ രുചിക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ ഇതിനകത്തേക്ക് അരിയും കൂടി ഇട്ട് വേവിക്കുമ്പോൾ ആ അരിക്കൂടെ വേണ്ടി ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കണം. അതായത് ഈ മസാലയ്ക്ക് ഉപ്പിടുമ്പോൾ ഇത് ഇച്ചിരി മുന്നിൽ നിൽക്കണം. അതുകൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു തക്കാളി കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ആ തക്കാളി ഒന്ന് വെന്ത് വരുന്നിടം വരെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് വേണേച്ചാൽ ഒന്ന് വേവാൻ വേണ്ടി ഒന്ന് ചെറുതായിട്ട് അടച്ചു വെക്കുന്നതിൽ കുഴപ്പമില്ല. എന്നിട്ട് തക്കാളി ഏകദേശം നന്നായിട്ട് വെന്ത് ഉടയുന്ന പരുവാകുമ്പോഴത്തേക്കിനും നമ്മളിതിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ ജീരകശാല അരിയാണ് ഉപയോഗിക്കുന്നത്. ജീരകശാല 1 ഗ്ലാസ് ജീരകശാല അരിക്ക് ഞാനൊരു 1.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം നന്നായിട്ട് വെന്ത് അത്യാവശ്യം കുഴഞ്ഞ രീതിയിൽ നമ്മുടെ പുലാവ് കിട്ടും. അല്ല ഇച്ചിരൂടെ ഓരോന്നോരോന്നായിട്ട് കിടക്കണമെങ്കിൽ 1.25 ഗ്ലാസ് വെള്ളം മതിയാവും. ഞാനിവിടെ 1.5 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. അതെന്നിട്ട് തിളച്ച് വരുമ്പോൾ ഉപ്പൊക്കെ ഇച്ചിരി മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ടോയെന്ന് രുചിച്ച് നോക്കുക. എന്നിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള 1 ഗ്ലാസ് ജീരകശാല അരി കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നു. ചേർത്ത് കൊടുത്ത ശേഷം എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് കുക്കറിൻ്റെ അടപ്പ് വെച്ച് അടച്ച് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മഷ്റൂം പുലാവ് റെഡിയായി കഴിയും.
അപ്പം 2 വിസിൽ വന്ന് അതിനകത്ത് പ്രഷറൊക്കെ പോയിട്ടുണ്ട്. അപ്പം ഞാനൊന്ന് തുറന്നു. നന്നായിട്ട് വെന്തിട്ടുമുണ്ട് നമ്മുടെ ചോറ്. ഒന്ന് ചെറുതായിട്ട് ആറിയ ശേഷം ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മഷ്റൂം പുലാവ് റെഡിയായി. നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പം ഞാനൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റി ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള കുറച്ച് മല്ലിയില കൂടി അതിൻ്റെ പുറത്തേക്ക് വിതറിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നമ്മുടെ എളുപ്പത്തിലുള്ള മഷ്റൂം പുലാവ് റെഡി ആയിക്കഴിഞ്ഞു. അപ്പം എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയുക. ഇഷ്ടമാവുകയാണ് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്യുക. അപ്പം എല്ലാവർക്കും അടുത്തൊരു വീഡിയോയുമായി കാണുന്നിടം വരെ ശുഭദിനം. ബൈ.